പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാം, ആദ്യത്തെ 3 അലോട്ട്മെന്റുകൾ, ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞു. ഇനിയും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ട്, അതേപോലെ തന്നെ വിചാരിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ട്. അപ്പൊ ഇവർക്ക് മുമ്പിലുള്ള ഇനി ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റും അതേപോലെ തന്നെ സ്കൂൾ ട്രാൻസ്ഫറും കോഴ്സ് ട്രാൻസ്ഫറും ഒക്കെയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ഡൗട്ടുകൾ ഉണ്ടാവും പലർക്കും. അപ്പൊ ഇതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോ നമുക്കറിയാം, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ഇതിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പെർമനന്റ് ആയി അവർ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും, തേർഡ് അലോട്ട്മെന്റിനോട് കൂടിയെങ്കിലും. ഇനി അതേപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ മറ്റ് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലോ ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇനി നമുക്ക് ആർക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി കുട്ടികൾ എന്ന് പറഞ്ഞാൽ, ഈ 3 അലോട്ട്മെന്റിൽ പങ്കെടുത്തിട്ടും ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം, ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അത്തരം കുട്ടികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റും. അത്തരം കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് HSCAP എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള സ്കൂളുകളൊക്കെ നിങ്ങൾ ഓപ്ഷനൊക്കെ ക്യാൻസൽ ചെയ്തായിട്ട് കാണാം. ഇനി ആ വെബ്സൈറ്റിൽ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് ഒഴിവുണ്ട് എന്നുള്ളത് ഉടനെ പബ്ലിഷ് ചെയ്യും. ഓക്കെ, സോ ആ വെബ്സൈറ്റിൽ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് ഒഴിവുണ്ട് എന്ന് നോക്കാം. എന്നിട്ട് ആ കോഴ്സുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ മുമ്പായിട്ട് നിങ്ങൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഉണ്ടെന്ന് വിചാരിക്കാം, അവിടെ സയൻസിന് ഒഴിവില്ല എന്ന് വിചാരിക്കുക, കൊമേഴ്സിന് ഒഴിവുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എ എന്ന് പറയുന്ന സ്കൂളിൽ കൊമേഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിച്ച ഏത് സ്കൂളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒഴിവുള്ള സീറ്റുകൾ എത്ര എന്നുള്ളത് കൃത്യമായിട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും ഉടനെ തന്നെ ആ ഒഴിവ് വരുന്ന സീറ്റുകൾക്ക് ഉള്ള സ്കൂളുകളിൽ ആ കോഴ്സുകളിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2-ാം തീയതി മുതലാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ഒരു ഒഴിവ് എന്ന സീറ്റുകളുടെ പബ്ലിഷ് ചെയ്യും. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ വെച്ചാൽ സ്കൂളുകൾ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്കൂളുകൾ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവിടേക്ക് നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടിയുള്ളത്. ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാറ്റഗറി കുട്ടികൾ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആദ്യ 3 അലോട്ട്മെന്റുകളിൽ പങ്കെടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റോ തേർഡ് അലോട്ട്മെന്റോ പങ്കെടുത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ട് എങ്കിൽ അത്തരം കുട്ടികൾക്ക് പുതുതായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, പുതുതായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ആ കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, അവര് പുതുതായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടിയുള്ളത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ എന്താണ്, ഫസ്റ്റ് 3 അലോട്ട്മെന്റിന് മുമ്പായിട്ട് നിങ്ങൾ ക്വാളിഫിക്കേഷൻ എക്സാം പാസ്സായിട്ടില്ല എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് പരീക്ഷ ഒക്കെ എഴുതിയിട്ടാണ് നിങ്ങൾ SLC നിങ്ങൾ പാസ്സായത് എങ്കിൽ അവർക്ക് എന്തെന്ന് വെച്ചാൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, അവരും പുതുതായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഓൾറെഡി അപ്ലിക്കേഷൻ കൊടുത്തവരാണെങ്കിൽ എന്ന് വെച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു സ്കൂളും കിട്ടിയിട്ടില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുമ്പായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് ഓപ്ഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പരിഗണിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഒഴിവെന്ന സ്കൂളിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിരിക്കണം. ആ കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ ഇങ്ങനെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒരു ഏകദേശം 1 മാസത്തോളം നീളുന്ന ഒരു പ്രോസസ്സാണ്. 2-ാം തീയതി മുതൽ, ജൂലൈ 2-ാം തീയതി മുതൽ നമുക്ക് ജൂലൈ 31-ാം തീയതി വരെ ആയിരിക്കും ഇതിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഡേറ്റ് വരാം. ഓക്കെ, ഇത് വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് 1-ാം ഘട്ടം 2-ാം ഘട്ടം, അതായത് പിന്നെ നേരെ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് പോലെ തന്നെ സപ്ലിമെന്ററിയിലും വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടുള്ള ഉണ്ടാവും. ഓക്കെ, ആദ്യ അലോട്ട്മെന്റിൽ അഡ്മിഷൻ നടക്കാത്ത കുറച്ച് സീറ്റുകളുണ്ട്. അത്തരം സീറ്റുകളും പിന്നീട് ഒഴിവെന്ന സീറ്റുകളും, അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ മറ്റ് കാറ്റഗറി കോട്ടയിലോ ഇപ്പോൾ അഡ്മിഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇനി അതിൽ ഒഴിവെന്ന സീറ്റിലേക്ക് ആ കാറ്റഗറിയിൽ തന്നെയുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടക്കാനുണ്ട്. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഏകദേശം ജൂൺ 30 കൂടി തീരും. അതിൽ ഒഴിവെന്ന സീറ്റുകൾ കൂടി എന്നിട്ടും ഫിൽ ചെയ്യാത്ത സീറ്റുകൾ ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റും. ഓക്കെ, എന്നിട്ട് ഈ ഒരു അലോട്ട്മെന്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആ സീറ്റ് കൂടി പരിഗണിക്കും. അങ്ങനെ മൊത്തം സീറ്റുകൾ പരിഗണിച്ചിട്ടാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിൽ ഉണ്ടാവുക.
ഓക്കെ, അപ്പൊ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ സീറ്റ് കിട്ടാത്തവര്, ഇതുവരെ അപ്ലൈ ചെയ്യാത്തവര്, അതുപോലെ തന്നെ അതിനുശേഷം ക്വാളിഫൈ ചെയ്തവർക്കൊക്കെ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് വെക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പുതുതായിട്ട് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താം. ആ കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഒക്കെ അലോട്ട്മെന്റ് കിട്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നിരിക്കാം. അപ്പൊ നിങ്ങൾ അടുത്തതിൽ പരിഗണിക്കൂല എന്ന് പറഞ്ഞല്ലോ, അവർക്കും ഇതിൽ പരിഗണിക്കൂല, അവരും ഇതിൽ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കൂല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രോസ്പെക്ടസിലുള്ള ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട്, സപ്ലിമെന്ററിയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി അടുത്ത നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച സ്കൂളിലല്ല നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, അതായത് ഫസ്റ്റ് ഓപ്ഷനിലല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ ആദ്യം കൊടുത്ത ഓപ്ഷൻ ഉണ്ടല്ലോ അതല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അതിനുശേഷമുള്ള ഓപ്ഷനാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് ഒന്നും ഒരു ചാൻസും ഇല്ല, അവരങ്ങനെ തന്നെ നിൽക്കാം. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകളിലല്ല നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് വേണമെങ്കിൽ അവർക്ക് സ്കൂൾ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരാനുണ്ട്. ഈ സ്കൂൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റും കഴിഞ്ഞതിന് ശേഷമാണ് നടക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സ്കൂൾ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പൊതുവിൽ കുറച്ച് കുട്ടികൾ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ സ്കൂള് ജൂൺ 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജൂലൈ 2-ാം തീയതി മുതൽ 31-ാം തീയതി വരെയായിട്ട് നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടക്കാനുണ്ട്. അപ്പൊ ഒരു മാസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് ശരിക്ക് നമ്മളുടെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂൾ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുള്ളത്. അപ്പൊ ഒരു മാസത്തിലധികം ഒരു സ്കൂൾ നിങ്ങൾ ജോയിൻ ചെയ്തു, അവിടെ പഠിച്ച് അവിടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സെറ്റായി അങ്ങനെ പോയെടുക്കുമ്പോൾ മിക്കവാറും കുട്ടികളും എന്ത് ചെയ്യില്ല, പുതിയ സ്കൂളിലേക്ക് മാറാൻ ആഗ്രഹിക്കാറില്ല. അപ്പൊ ഇനി അഥവാ അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്കുള്ള ഓപ്ഷനാണ് സ്കൂൾ ട്രാൻസ്ഫർ എന്ന് പറയുന്ന കാര്യം. ഇതിൽ ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലട്ടോ, നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ സ്കൂൾ ഏതാണോ അവിടെയാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾ മാനേജ്മെന്റ് സീറ്റിലോ മെറിറ്റ് സീറ്റിലോ അങ്ങനെയുള്ള കാറ്റഗറി കമ്മ്യൂണിറ്റി മെറിറ്റിലോ മാനേജ്മെന്റോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ ഓക്കെ ഇങ്ങനെയുള്ള കാറ്റഗറിയിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തത് എങ്കിൽ, സ്കൂളിൽ ജോയിൻ ചെയ്തത് എങ്കിൽ അവർക്കും സ്കൂൾ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി സ്കൂൾ ട്രാൻസ്ഫർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം വെബ്സൈറ്റിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സാധാരണ നമ്മൾ അലോട്ട്മെന്റ് കൊടുക്കുന്ന അതേപോലെ തന്നെ സ്കൂൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ക്ഷണിക്കും. അത് ഓൺലൈൻ ത്രൂ ആണ്. നിങ്ങൾ ഓൺലൈൻ ത്രൂ നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, സാർ പിന്നെ ഫസ്റ്റ് തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞു, ഒഴിവെന്ന സീറ്റിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റും കഴിഞ്ഞു, പിന്നെ സ്കൂൾ ട്രാൻസ്ഫറിന് എവിടെയാണ് സീറ്റ് ഒഴിവ് എന്നുള്ളത്. സ്കൂൾ ട്രാൻസ്ഫറിന് സീറ്റ് ഒഴിവ് എന്ന രീതിയിലേക്കല്ല പൊതുവിൽ നടക്കാറുള്ളത്. പകരം എങ്ങനെയാണ് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ 3 സ്കൂൾ ഉണ്ടെന്ന് വിചാരിക്കുക, ABC എന്ന് പറയുന്ന സ്കൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആയിട്ട് A എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി B എന്ന് പറയുന്ന സ്കൂളിലേക്ക് സ്കൂൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. B എന്ന് പറയുന്ന സ്കൂളിലുള്ള ഒരു കുട്ടി C എന്ന് പറയുന്ന സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. C എന്ന് പറയുന്ന ഒരു സ്കൂളിലുള്ള കുട്ടി Aയിലേക്കും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ എയിലുള്ള കുട്ടിനെ ബിയിലേക്കും, ബിയിലുള്ള കുട്ടിനെ സിയിലേക്കും, സിയിലുള്ള കുട്ടിനെ എയിലേക്കും മാറ്റി കഴിഞ്ഞാൽ എന്തായി മാറി? ഇവർക്ക് 3 ഇഷ്ടമുള്ള സ്കൂളിലേക്ക് മാറാൻ കഴിയും. ഈ അർത്ഥത്തിൽ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്ന പോലെ, എന്നാൽ കുട്ടികൾ തമ്മിലല്ല അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പകരം നമ്മൾ ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ മാറുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് ഒഴിവരുന്ന സീറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കും. ഇതാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ സ്കൂൾ ട്രാൻസ്ഫർ കൊടുത്തു നിങ്ങൾക്ക് കിട്ടിക്കോളണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഒഴിവ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെ ഒഴിവ് വരുന്നുണ്ടെങ്കിൽ തന്നെ ആ സ്കൂളിലേക്ക് സ്കൂൾ ട്രാൻസ്ഫർ വഴി അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളിൽ മൊത്തം എടുത്തിട്ട് അവരിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ആർക്കാണുള്ളത് അവർക്കാണ് അഡ്മിഷൻ കൊടുക്കുക. ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ സ്കൂൾ ട്രാൻസ്ഫർ കൊടുത്തു എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് സ്കൂൾ ട്രാൻസ്ഫർ പ്രകാരം കിട്ടിയാൽ നിർബന്ധമായി നിങ്ങൾ അവിടെ പോയിരിക്കണം. പഴയ സ്കൂൾ തന്നെ തുടരാം എന്ന് വിചാരിക്കരുത്. ഓക്കെ, പിന്നീട് റീതിങ്ക് ചെയ്യാണ്, എന്റെ ഫ്രണ്ട്സ് കൂടെ അവർക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ടുള്ളൂ, അപ്പൊ ഞാൻ അവിടേക്ക് പോകുന്നില്ല, പുതിയ സ്കൂളിലേക്ക് പോകുന്നില്ല, പഴയ സ്കൂൾ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ പറ്റൂല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ അലോട്ട്മെന്റ് പുറത്താവും. ഓക്കെ, അപ്പോൾ സ്കൂൾ ട്രാൻസ്ഫർ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രയോറിറ്റി ഓർഡർ കൊടുത്തിരിക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും പോയിരിക്കണം. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ സ്കൂളിൽ തന്നെ തുടരാൻ പറ്റും. ഓക്കെ, ഈ രീതിയിലേക്കാണ് സ്കൂൾ ട്രാൻസ്ഫറിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോ അതിന്റെ കൃത്യമായിട്ട് എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ സാധാരണ അലോട്ട്മെന്റ് വരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരും. ഓക്കെ,
അതിന്റെ ഡേറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അവസാനത്തോടു കൂടി വെബ്സൈറ്റിൽ വരും. ആ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്കൂൾ ട്രാൻസ്ഫർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സെയിം സ്കൂളിൽ നിന്ന്, ഇപ്പൊ നിങ്ങൾ എ എന്ന് പറയുന്ന സ്കൂളിൽ സയൻസ് ആണുള്ളത്, ബി എന്ന് പറയുന്ന സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറണം, അവിടെ സയൻസിലേക്ക് മാറണമെങ്കിൽ മാറാം, കൊമേഴ്സിലേക്ക് മാറണമെങ്കിൽ മാറാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് മാറണമെങ്കിൽ മാറാം. ഇങ്ങനെ സെയിം കോഴ്സിലേക്കും മാറാം, അല്ലെങ്കിൽ വ്യത്യസ്തമായ കോഴ്സുകളിലേക്കും മാറാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത സ്കൂളുകളിൽ വ്യത്യസ്ത കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതാണ് സ്കൂൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കോഴ്സ് ട്രാൻസ്ഫർ ആണ്. ഒരേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഇപ്പോ എ എന്ന് പറയുന്ന സ്കൂളിലാണ് ഞാൻ അലോട്ട്മെന്റിന് പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ സയൻസ് ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ സയൻസിനായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്, പക്ഷെ എനിക്ക് കിട്ടിയത് കോമേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സബ്ജക്റ്റിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അതേ സ്കൂളിൽ തന്നെ സയൻസിൽ ഏതെങ്കിലും ഒരു കുട്ടി കോമേഴ്സിലേക്ക് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്കും പരിഗണിക്കാം എന്നുള്ള രീതിയിലേക്ക്, നിങ്ങൾ കുട്ടികൾ സംസാരിച്ച് പരസ്പരം മാറുന്ന രീതിയല്ല, പകരം നിങ്ങൾ സ്കൂളിൽ അത് അപ്ലൈ ചെയ്യുക. അങ്ങനെ സ്കൂളിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ വെയിറ്റേജ് കൂടുതലുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റും അതേപോലെ തന്നെ സ്കൂൾ ട്രാൻസ്ഫറും അതേപോലെ തന്നെ നമുക്ക് കോഴ്സ് ട്രാൻസ്ഫറും എന്ന് പറയുന്ന വ്യത്യസ്ത ഓപ്ഷനുകൾ ഉള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടികൾ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ടോ നമ്മൾ ചെയ്യുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് അറിയാത്ത നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഓൾ.